ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോൻപുകാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച മരുഭൂമിയിലെ പരീക്ഷണമാണ് വചനവിചിന്തനം. ജീവിതം ഒരു പരീക്ഷണമാണ്, എന്നാൽ ദൈവമാണ് നമ്മുടെ പരിരക്ഷ. എങ്ങനെയാണ് നാം ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളെ ആദരവോടുകൂടി കാണേണ്ടതും അംഗീകരിക്കേണ്ടതും, എങ്ങനെയാണ് തിന്മകൾക്ക് കാരണമാകുന്നവയെ നാം പ്രാർത്ഥന കൊണ്ടും ദൈവവചനം കൊണ്ടും നേരിടേണ്ടതെന്നും പഠിപ്പിക്കുകയാണ്. പരീക്ഷണങ്ങൾ നമ്മളെ പരിക്കേൽപ്പിക്കുവാൻ സാധ്യതകൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ പരിരക്ഷയൊഴുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ കൂടുതൽ ശക്തിയുള്ളവരാക്കി രൂപപ്പെടുത്തട്ടെ. 3 തരത്തിലെ പരീക്ഷണങ്ങളിലൂടെ ക്രിസ്തു കടന്നു പോകുന്നുണ്ട്. ഇന്ന് മനുഷ്യനും അതുപോലെ തന്നെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. ആഹാരവും ആദരവും അധികാരവുമൊക്കെ മനുഷ്യനെ പലപ്പോഴും തിന്മകളുടെ കാരണങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നുണ്ട്. എന്തിനോടും ഏതിനോടും ഒരു മനുഷ്യൻ കാണിക്കേണ്ട മിതത്വത്തെക്കുറിച്ചും എന്തിനോടും ഏതിനോടൊരു മനുഷ്യനുണ്ടാവേണ്ട എളിമയ മനോഭാവത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ പഠിപ്പിക്കുകയല്ലേ. നോമ്പുകാലം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും സമയമാണെന്ന് വ്യക്തമാണ്. അതിനോട് നാം ചേർന്ന് പോകുമ്പോൾ അംഗീകരിക്കേണ്ട നന്മകളും നാം തള്ളിക്കളയേണ്ട തിന്മകളും ബോധ്യമുള്ളവരായി രൂപപ്പെടട്ടെ. ഇന്നും അവസാനിക്കാത്ത പരീക്ഷണങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. വിശന്നു നിൽക്കുന്നവൻ്റെ മുമ്പിൽ ആഹാരം ഒരു ബലഹീനതയാവാമല്ലോ. ആരും അംഗീകരിക്കാത്തവൻ്റെ മുമ്പിൽ ആദരവുകൾ ഒരു ബലഹീനതകളായി മാറപ്പെടാമല്ലോ. അധികാരവും പലപ്പോഴും മനുഷ്യനെ ചില സമയങ്ങളിലെങ്കിലും തിന്മകളുടെ മാർഗങ്ങളിൽ കൊണ്ടെത്തിക്കാമല്ലോ. എന്നാൽ നാം എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. ദൈവത്തെ പരീക്ഷിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരല്ല, ദൈവത്തിൻ്റെ പരിരക്ഷണം പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ് ക്രിസ്തു തൻ്റെ മുമ്പിലുള്ള പരീക്ഷണങ്ങളെ അതിജീവിച്ചതെന്ന് വ്യക്തമാകുകയാണ്. അങ്ങനെ ക്രിസ്തു നമുക്കൊരു മാതൃകയാകുന്നുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ സമാനമായ മാർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തിന്മയോട് നാം താരതമ്യപ്പെടുകയല്ല. തിന്മയെ അതിജീവിക്കുവാനുള്ള മേന്മകളുണ്ടാവട്ടെ, പ്രാർത്ഥനകളുണ്ടാവട്ടെ. ദൈവവചനം കൊണ്ടും ദൈവസാന്നിധ്യം കൊണ്ടും ദൈവകൃപ കൊണ്ടുമൊക്കെ മാത്രം ജയിക്കാൻ സാധിക്കുന്ന തിന്മകളാണ് ഭൂമുഖത്തുള്ളത്. അപ്പോൾ നാം ബലഹീനരാകുമ്പോൾ തിന്മകൾ നമ്മളിൽ അതിജീവിക്കുന്നു. തിന്മകൾ പലപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ തിന്മകളെ അതിജീവിക്കുവാനുള്ള പ്രാപ്തി നമുക്കുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പരീക്ഷണങ്ങൾ അവസാനിക്കാത്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. പ്രാർത്ഥനകൾക്ക് ബലമുള്ളിടത്തോളം പരീക്ഷകളിലൂടെ കടന്നു പോകുവാനും അതിജീവിക്കുവാനും നമുക്ക് പ്രാപ്തിയുണ്ടാവും. ചിലപ്പോഴെങ്കിലുമൊക്കെ ശരീരത്തോടും ചിലപ്പോഴെങ്കിലുമൊക്കെ മനസ്സിനോടും ചിലപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോടും ചിലപ്പോഴെങ്കിലുമൊക്കെ അധികാരത്തോടും മറ്റുള്ളവർ നമുക്ക് പകർന്നു നൽകുന്ന അധികാര മനോഭാവത്തോടും ആദരവിനോടുമൊക്കെ ഒരു വിടുതൽ പറയുവാൻ സാധ്യമാവട്ടെ. ദൈവത്തിൻ്റെ കരവും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്നിടത്തോളം അതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നമുക്ക് പറയാം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നിടം അനുഗ്രഹത്തിൻ്റേതാണ്. പരീക്ഷണങ്ങൾ അവസാനിക്കുമ്പോൾ പരിരക്ഷയൊഴുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സന്തോഷം പകരുന്നു. ഒരാത്മീയ ശക്തി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരനുഭവങ്ങളുണ്ടാവും. മാലാഖമാർ നമ്മളെ സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന അനുഭൂതികളുണ്ടാവും. ഈ നോമ്പുകാലം അത്തരത്തിൽ കൃപകളുടെ അനുഗ്രഹത്തിൻ്റെ ദൈവകൃപയിൽ, ദൈവവചനത്തിൽ, ദൈവാത്ഭുതത്തിൽ, ദൈവാനുഗ്രഹത്തിൽ ആഴപ്പെടുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.